പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിൻ്റെ ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. വളരെ സുപരിചിതമായതും അനവധി മെസ്സേജുകൾ കേട്ടിട്ടുള്ളതും ഒരുപാട് നമ്മൾ ശുശ്രൂഷിച്ചിട്ടുള്ളതും ഇപ്പോൾ നമ്മൾ ശുശ്രൂഷിക്കുന്നതും ആയ ഈ വചനം സകല ഹൃദയങ്ങളെയും അല്ലേലൂയ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം, സകല മനുഷ്യരെയും ശോധന ചെയ്യുന്ന അല്ലേലൂയ ഈ വചനം ഇന്നും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമാണ്. ഹല്ലേലൂയ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചതുപോലെ ഭൂമിയിലുള്ള സകല ജനത്തെയും ദൈവം വിളിച്ചിട്ട് ചോദിക്കുക, നീ എവിടെയെന്ന്. അതിനകത്ത് നിങ്ങൾ ഒരാളാണ്. പ്രൈസ്. എന്താണ് കർത്താവ് ഇങ്ങനെ വന്ന് ചോദിക്കാൻ കാരണം? അല്ലേ, അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു മാറ്റർ കാണുമായിരിക്കണമല്ലോ. പ്രൈസ്. ഇവിടെ നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ യഹോവയായ ദൈവം മനുഷ്യനെ വിളിക്കുന്ന ആദ്യ വിളി ഇവിടെയാണ്, നീ എവിടെയെന്നുള്ളത്. ഇപ്പം പഴയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏകദേശം 279 പ്രാവശ്യം അല്ലെങ്കിൽ ദൈവം വിളിച്ചു എന്നുള്ളത് കാണാൻ കഴിയും. അതും മനുഷ്യനെ വിളിച്ചതും അല്ലേ, പിതാവിൻ്റെ സന്നിധിയിൽ യേശു നിലവിളിച്ച് പ്രാർത്ഥിച്ചതും ഭക്തന്മാർ നിലവിളിച്ച് പ്രാർത്ഥിച്ചതും അങ്ങനെ വിവിധ വിളിയെക്കുറിച്ച് കാണാൻ കഴിയും. ഏതാണ്ട് 279 പ്രാവശ്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 141-ലധികം പ്രാവശ്യം വിളിച്ചു എന്ന് കാണാൻ കഴിയും. അപ്പൊ ഈ വിളികൾക്കകത്ത് ഒരു വിളി നിന്നോടുള്ളതാണ്. നിങ്ങൾ വേദപുസ്തകം നമുക്കെല്ലാ വിളികളെ കുറിച്ച് നോക്കിയെടുത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞാണ്. 279, 141, പഴയതിൽ 279, പുതിയ 141. അതിലൊരു വിളിയാണ് എൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിളിയാണ് നിങ്ങളുടെ മാനസാന്തരം. അപ്പൊ നമ്മളെ ഈ ദൈവം വിളിച്ചു എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മളെ വിളിച്ചത്? ആദമിന്റെയും ഔവയുടെയും പിന്നിലൊരു ചരിത്രമുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പിന്നിൽ ചരിത്രമുണ്ട്. പ്രൈസ്. നിങ്ങൾ സ്വയം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ അത് കാണാൻ കഴിയും. ദൈവം തന്റെ സ്വരൂപത്തിന് സാദൃശ്യം സൃഷ്ടിച്ച മനുഷ്യന് വാഴുവാൻ വേണ്ടി, ജീവിക്കുവാൻ വേണ്ടി കിഴക്ക് ഏദനിൽ അവർക്ക് നല്ലൊരു തോട്ടം ഉണ്ടാക്കി. ആ തോട്ടത്തിൽ അവർ ജീവിച്ച് വേല ചെയ്ത് കൃഷി ചെയ്ത് അധ്വാനിച്ച് ഹല്ലേലൂയ സകല ഭൂചര ജന്തുക്കളുടെയും വാഴുവാനായിട്ടാണ് ദൈവം അവരെ അവിടെ ആക്കിയത്. എന്നാൽ അധികം നാളുകൾ അവർക്കവിടെ ദൈവസേന വാഴുവാൻ കഴിഞ്ഞില്ല. എന്താണ്? സ്വർഗത്തിൽ നിന്നും വെട്ടേറ്റു വീണ സാത്താൻ, സ്വർഗം നഷ്ടപ്പെട്ടു പോയ സാത്താൻ, അവൻ ഭൂമിയിൽ ഊടാടിക്കൊണ്ട് നടക്കുമ്പോൾ ആരെയാണ് വശീകരിക്കാൻ, ചതിവിൽ അകപ്പെടുത്താൻ എന്നുള്ള ആ മനോഭാവത്തിൽ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന ആവുദ്ധവിനെയും ഔവയെ അവൻ സന്ദർശിക്കുന്നത്. ആ ഔവയാണല്ലോ സന്ദർശിക്കുന്നത്. അപ്പൊ സാത്താന്റെ വഞ്ചനയും മനുഷ്യന്റെ വീഴ്ചയും അല്ലേ. അപ്പം പാമ്പ് ഒരു ഇഴജാതി ആയിരുന്നില്ല. ദൈവത്തിന്റെ ശാപം നിമിത്തമാണ് അതിന്റെ സൗന്ദര്യവും കൈകാലുകളും ആമെ ഇല്ലാതായത് എന്ന് ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ 3:14 വായിക്കുമ്പോൾ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആമെ യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. അപ്പൊ കൈകാലുകൾ ഉണ്ടായിരുന്ന ഹല്ലേലൂയ സൗന്ദര്യം ഉണ്ടായിരുന്ന മറ്റേതോ ഒരു മൃഗത്തെ പോലെ ആയിരുന്ന, അല്ലെ മറ്റേതോ ഒരു ജീവജന്തുവിനെ പോലെ ആയിരുന്ന ഈ പാമ്പിനാണ് ഈ ശാപം കിട്ടിയത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ പാമ്പിൽ കൂടി സാത്താൻ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് ഇന്ന് സഭയ്ക്കകത്തുണ്ട്. പ്രൈസ്. ഈ പാമ്പാണല്ലോ ഔവയെ ചതിക്കുന്നത്. കാരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയും, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം ആമി കൽപ്പിച്ചിട്ടും
അത് കേൾക്കാതെ പാമ്പിന്റെ വാക്ക് കേട്ട്, ഹല്ലേലൂയ, ആ സർപ്പത്തിന്റെ വാക്ക് കേട്ട് ആ വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോൾ ഹവ്വയുടെ കണ്ണു തുറന്നു. ഹവ്വ നഗ്നയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ ലജ്ജ തോന്നി. അവൾ കൊണ്ടുവന്ന് ഭർത്താവിനും കൊടുത്തു. ഭർത്താവും തിന്നു. അവന്റെയും കണ്ണു തുറന്നു. അവർ രണ്ടുപേരും നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടിട്ട് ആദവും ഔവയും അവർ സ്വന്തം പരിശ്രമം കൊണ്ട് തുന്നിയുണ്ടാക്കി അത്തിയില കൊണ്ടുള്ള ഉരിയാടെ അടുത്ത് ഉടുത്തെങ്കിലും അത് വെയിൽ കൊണ്ടപ്പോൾ ഉണങ്ങിപ്പോയെന്നുള്ളതാണ്. ഈ സമയത്താണ് യഹോവയായ ദൈവം അല്ലെങ്കിൽ മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിക്കുന്നത്. പാപത്തിൽ വീണുപോയ സകല മനുഷ്യരെയും ദൈവം ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പാമ്പിൽ കൂടി സാത്താൻ വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഈ 2 കൊരിന്ത്യർ ലേഖനം 11-14 വായിച്ചത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ സാത്താന്റെ തന്ത്രം, സാത്താനെ സർപ്പം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നതായിട്ട് വെളിപ്പാട് പുസ്തകം 20:2 കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ സർപ്പം എന്ന് പറയുന്ന ആ സാത്താനി ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസലോ. ആദമിനും ഔവയിലേക്കും വന്ന ഈ പാപത്തിന്റെ പരിണിത ഫലം സകല മനുഷ്യരിലേക്കും വ്യാപരിച്ചു. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് സകല മനുഷ്യരെയും പാപത്തിൽ തള്ളിയിടുക. ഇന്ന് വേർപെട്ട കൂട്ടങ്ങൾ എന്ന് പറഞ്ഞ ദൈവസഭയ്ക്കകത്ത് അനവധി ശുശ്രൂഷകന്മാർ ഈ വെളിച്ചദൂത ഈ പാമ്പ് ഉള്ളിലേക്ക് കയറി, പാമ്പിന്റെ ശക്തി കയറി വെളിച്ചദൂതന്റെ വേഷം ധരിച്ചവരാ. അവരാണ് ഈ പണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പണത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും പണം കൊണ്ടുവരാൻ, സ്വർണം കൊണ്ടുവരുക, മാല കൊണ്ടുവരുക, പേഴ്സ് കൊണ്ടുവരുക, അക്കൗണ്ട് കൊണ്ടുത്തരാന്നൊക്കെ പറയുന്നത് ഈ സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു നിൽക്കുന്ന ഈ കൗശലക്കാരാണ്. പാമ്പ് കൗശലക്കാരനായിരുന്നല്ലോ. ഇവരുടെ ഉള്ളിൽ കൗശലമാണ്. നിങ്ങളതിനെ തിരിച്ചറിയണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, വചനം പറയുന്നത് ആ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ്. ഉൽപ്പത്തി പുസ്തകം 3:4, ഹല്ലേലൂയ, 4 തൊട്ട് വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ഹല്ലേലൂയ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത് തിന്നു കഴിഞ്ഞ് നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അങ്ങനെ ദൈവത്തെ പോലെ ആകാൻ വേണ്ടി പരിശ്രമിച്ച ഹൗവയും ആദവും അങ്ങനെ മനുഷ്യന്റെ ഇടയിൽ മനുഷ്യ ദൈവങ്ങൾ പെരുകാൻ തുടങ്ങി. ഈശ്വരോ, ഭൂമിയിൽ എല്ലായിടത്തും മനുഷ്യ ദൈവങ്ങളാണ്. മനുഷ്യ ദൈവങ്ങളെ മുട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ല. ദൈവം എന്ന് പറയുന്ന ഒരാൾ മാത്രം. എന്നാൽ സർപ്പത്തിന്റെ തന്ത്രഫലമായി ഈ പാമ്പിന്റെ കൗശലപ്പണി മുഖാന്തരം വെളിച്ചദൂതന്റെ വേഷം ധരിച്ച അനവധി ദൈവങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. അതിൽ നന്നായിട്ട് നടക്കുന്നവരുണ്ട്, നഗ്ന വസ്ത്രം ധരിച്ചവരും ഒക്കെ ആയിട്ട് ഒരുപാട് ഉടായിപ്പുകളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ തിരിച്ചറിയണം കേട്ടോ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വേദപുസ്തകത്തിനകത്ത് ഹല്ലേലൂയ 3000-3000-3000-3000-ലധികമായുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നാലും അതിൽ ആദ്യത്തെ ചോദ്യം യഹോവയായ ദൈവം ഹല്ലേലൂയ മനുഷ്യരോട് ചോദിച്ച ചോദ്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും അകന്ന് തോട്ടത്തിലെ വൃക്ഷങ്ങളിടയിൽ ഒളിച്ചിരിക്കുന്ന ആദമിനെയാണ് ദൈവം വിളിച്ചത്. ആദാമേ, നീ എവിടെ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, പാപത്തിൽ വീണ് പാപത്തിന്റെ ശാപത്തിന്റെ അമേലിയ പടുകുഴിയിൽ വീണ് ജീവിതം തകർന്ന് മുന്നോട്ട് പോകുന്ന, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്ക് ലഹരിക്കും അടിമപ്പെട്ട് കുടുംബം തകർന്ന്, കുടുംബജീവിതം തകർന്ന് അധാർമീതിയുടെ നടുവിലൂടെ ജീവിക്കുന്ന യുവാക്കന്മാരോടക്കം പറയട്ടെ, നിന്റെ ഉള്ളിൽ ഈ കൗശലക്കാരനായിരിക്കുന്ന പാമ്പ്, അവൻ വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അവൻ നിന്നെ കൊണ്ട് ഈ പാപം മുഴുവൻ ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നീ ഈ പാപത്തിന്റെ പരിണിത ഫലമായിരിക്കുന്ന ശാപം, ആ ശാപമുഖാന്തരം രോഗം, ബന്ധനങ്ങൾ, മരണത്തിന് നീ വിധേയപ്പെടുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നീ കടന്നു പോകുന്ന അനുഭവത്തിന്റെ നടുവിൽ നിന്നാണ് ദൈവം നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നീ നിന്റെ കുടുംബവും ശാപത്തിന്റെ കീഴിലായിട്ട് എത്രയോ കാലങ്ങളായി.
എന്നെ പ്രാർത്ഥിക്കാൻ അനവധി ആളുകൾ വിളിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്ററെ, കുടുംബത്തിന് നേരെ ഭയങ്കര പോരാട്ടമാ, വെല്ലുവിളികളാ, കുടുംബത്തിന് നേരെ വലിയ ശത്രുവിന്റെ തന്ത്രങ്ങളാ. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പ്രാർത്ഥന കാര്യമൊക്കെ പറഞ്ഞു. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് ഈ ഭൂമി നിർത്തിയിരിക്കുമ്പോൾ ഈ കൗശലക്കാരനായിരിക്കുന്ന ഈ പാമ്പേഴ്സ് അത് വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് മനുഷ്യനായി അവതരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തിയായി അവതരിച്ച് നമ്മുടെ മേൽ കയറാൻ വന്നാൽ, നമ്മുടെ മേൽ കുടിയിരിക്കാൻ വന്നാൽ, അഭിഷേകം നിന്റെ മേൽ ഉണ്ടെങ്കിൽ അവൻ നിന്റെ മേൽ കുടിയിരിക്കത്തില്ല. അഭിഷേകം ഇല്ലാത്ത നിന്റെ മേൽ ഇവൻ വന്നു വാഴും. അഭിഷേകം നിന്നിലുണ്ടോ? അഭിഷേകത്തിന് മുകളിൽ ഒരു പാമ്പിന് വസിക്കാൻ കഴിയില്ല. അഭിഷേകമുള്ളവന്റെ മേൽ സാത്താന് വസിക്കാൻ കഴിയത്തില്ല. അഭിഷേകം നഷ്ടപ്പെട്ടു പോയാൽ നിനക്കതുണ്ടാകും. ആദമിനും ഔവയിലും ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യം, ദൈവിക തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവർ പാപത്തിന് അധീനമായ ശരീരത്തിലായി, പാപജടത്തിലായി. ഹല്ലേലൂയ. അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു, സ്നേഹം നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു, ദൈവമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ദൈവമായുള്ള സംസർഗം നഷ്ടപ്പെട്ടു. സകലത്തിനും പരാജിതരായി, എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവം അവർക്ക് വാഴുവാൻ കൊടുത്ത, മേയുവാൻ കൊടുത്ത, ജീവിക്കുവാൻ കൊടുത്ത മനോഹരമായ ഏദൻ തോട്ടം നഷ്ടമായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് നിന്റെ അരികിലേക്ക് വരുന്ന കപട വിശ്വാസികൾ, കപട വേലക്കാർ, ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായിക്കൾ, ഹല്ലേലൂയ, അവർ നിന്നെ സമീപിക്കുമ്പോൾ ഓർത്തോണം, നിന്നെ പാപത്തിൽ തള്ളിയിട്ട് നിനക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യമായ പർദീസിൽ നിന്നെ പുറത്താക്കും. പിശാചേ, ദൈവം നിനക്ക് വേണ്ടി ഒരു നിത്യ പർദീസ് ഒരുക്കി വരും. പക്ഷെ പിശാച് അതിൽ നിന്നെ തള്ളിയിടും. ആദമിനെ അവയെ തള്ളിയിട്ടതുപോലെ. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം, വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം. നമുക്കറിയാം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവവിളിയുള്ളവനായിരുന്ന ഹാനോക്ക് ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ചു നടന്നു. ദൈവവിളി ഉണ്ടായിരുന്ന നോഹ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു. നോഹയ്ക്ക് ശേഷമായി ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഹല്ലേലൂയ. കൽദയ പട്ടണമായിരുന്ന ഊരിൽ തന്റെ അപ്പനായ തേർഹിനോടൊപ്പം വിഗ്രഹങ്ങളെ പണിതുണ്ടാക്കി അതിന് ചായം പൂശി വിറ്റ് നടന്ന് ഉപജീവനമാർഗം നടത്തിയിരുന്ന അബ്രഹാമിനെ ഹല്ലേലൂയ യഹോവയായി ദൈവം വിളിച്ചു. ഹല്ലേലൂയ. അവനൊരു അരുളപ്പാടുണ്ടായി. ഹല്ലേലൂയ. ആ അരുളപ്പാടാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം പറയുന്നത്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. അപ്പോൾ യഹോവയായി ദൈവത്തിന് അബ്രഹാമിനെ കുറിച്ച് വലിയൊരു നിയോഗമുണ്ടായി. അബ്രഹാമിന്റെ മേലുള്ള ദൈവവിളിയുടെ സമയമായപ്പോൾ താൻ ജീവിച്ചു പോകുന്ന കൽദയപട്ടണമായിരുന്ന ഊരിൽ ഇനി അബ്രഹാം ജീവിച്ചാൽ അതുകൊണ്ട് അബ്രഹാമിന്റെ ജീവിതം തന്നെ തകർന്നു പോകും. അതുകൊണ്ട് ദൈവം അവിടുന്ന് വേർതിരിച്ചു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചതുപോലെ അബ്രഹാമിന്റെ മക്കളെയും ദൈവം വിളിച്ച് വേർതിരിച്ചതാണ്. അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന ഇസ്ഹാക്കിന്റെ പുത്രനായ യാക്കോബിന്റെ സന്തതികൾ, അവരെല്ലാം ദൈവം വിളിച്ച് വേർതിരിച്ചതാണ്. അപ്പൊ ഈ കൗശലക്കാരനായിരിക്കുന്ന ഈ സാത്താൻ അല്ലിയ വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് അബ്രഹാമിലോ ഇസ്ഹാക്കിലോ യാക്കോബിലോ കയറി കൂടാതിരുന്നത് പോലെ പുതിയ നിയമസഭയോട് പറയട്ടെ, ഈ വെളിച്ചദൂതൻ വേഷഭൂഷാദികൾ അണിഞ്ഞ് നിന്റെ ഹൃദയത്തിനകത്ത് പ്രവേശിക്കരുത്. അവൻ പലവിധമായി വേഷം കിട്ടി പുരോഹിതന്റെ സ്ഥാനത്ത് വരും, ഹല്ലേലൂയ, ഇടയന്റെ സ്ഥാനത്ത് വരും. അങ്ങനെ വ്യത്യസ്തമായ എല്ലാ മേഖലയിലും വരും അവൻ. നിന്നെ തകർക്കാൻ അവൻ വരുന്നത്. നിന്റെ കുടുംബത്തെ തകർക്കാനാ, നിന്റെ ജീവിതത്തെ തകർക്കാനാ, നിന്റെ മക്കളെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ കുടുംബത്തെ എന്നും ശാപത്തിലേക്ക് കൊണ്ടുപോയി നീ എന്നും ശാപത്തിൽ വീണ് നിലവിളിക്കുന്നത് കാണുവാൻ സാത്താൻ ആഗ്രഹിക്കുക. പിശാച് ഒരിക്കലും നിന്റെ കുടുംബത്തിന് ഉയർച്ച ആഗ്രഹിക്കുന്നില്ല. നിന്റെ നന്മയെ അവൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ തലമുറയും തകർക്കുക എന്നുള്ളതാണ്. കുടുംബത്തിനകത്ത് പാപം കൊണ്ടുവന്ന് സ്വഭാവം കൊണ്ടുവന്ന് കുടുംബത്തിനകത്ത് എന്നും വഴക്കും ബഹളവും തല്ലും അടിയും വെട്ടും കുത്തും രക്തച്ചൊരിച്ചിലും അസമാധാനത്തെ കൊണ്ടുവരിക എന്നുള്ളത് സാത്താന്റെ തന്ത്രമാണ്. അതിൻ്റെ കുടുംബത്തിലായിരുന്നാലും സഭയിലായിരുന്നാലും ജീവിതത്തിലായിരുന്നാലും ജോലി സ്ഥലത്തായിരുന്നാലും നീ കടന്നില്ലെന്ന് സമൂഹത്തിൽ എവിടെയായിരുന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർത്തോണം, നിന്റെ ഉള്ളിൽ വസിക്കുന്നത്
ആ സാത്താൻ താനും വിളിച്ചതൂതിൻ്റെ വേഷം ധരിച്ചു നിൽക്കുന്ന ആ സാത്താന, ആ പൈശാചിക ശക്തിയ, അത് ആരുടെ മേലും അവൻ വന്ന് കയറും. നമ്മൾ അല്ലെങ്കിൽ അവസരം കൊടുത്താൽ അവൻ നമ്മളിൽ വന്ന് കുടിയിരിക്കും. അവൻ കുടിയിരുന്നാൽ പിന്നെ അവനെ ഇറക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലേലിയ. മരത്തിൽ ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? ഇത്തിൽ കണ്ണി, ചില നല്ല പ്ലാവുകളൊക്കെ നോക്കാമെങ്കിൽ ആ മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ നല്ല കൊമ്പിലേക്ക് ഇത്തിൽ കണ്ണി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടി വന്ന് പിടിക്കും. അത് ചെറിയതായിട്ട് പിടിച്ച് അത് വളർന്ന് അത് ആ മരത്തിൻ്റെ ആ ദേശം മുഴുവൻ അതിൻ്റെ ചുറ്റും വളർന്ന് പന്തലിച്ച് അവസാനം ആ മരം ബലക്ഷയമായി ആ കൊമ്പ് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞപോലെ ആ ഇത്തിൽക്കണ്ണി പറ്റിപ്പിടിച്ച മരത്തെ നശിപ്പിക്കുന്ന പോലെ സാത്താൻ താനും വിളിച്ചതൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് അവൻ നിന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് നിന്റെ ജീവിതത്തെ തകർത്ത് കളയും, നിന്റെ കുടുംബത്തെ തകർത്ത് കളയും. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമുണ്ടോ, സന്തോഷമുണ്ടോ? എത്ര കാലമായി നിന്റെ കുടുംബത്തിനകത്ത് കുടുംബ പ്രാർത്ഥന നടന്നിട്ട്, സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന നടന്നിട്ട്, നീ നിന്റെ മാതാപിതാക്കളുമായി സംസാരിച്ചിട്ട് എത്ര കാലമായി? ഭാര്യയും ഭർത്താവും സംസാരിച്ചിട്ട് എത്ര കാലമായി? മക്കളും അപ്പനും അമ്മയും സംസാരിച്ചിട്ട് എത്ര കാലമായി? മരുമോളും അമ്മായിയമ്മയും സംസാരിച്ചിട്ട് എത്ര കാലമായി? ആമി, നിനക്ക് നിന്റെ സഭയിലുള്ള വിശ്വാസികളെ സ്നേഹിക്കാൻ കഴിയും? അവരുമായിട്ട് സംസർഗമുണ്ടോ? ഇടയിൽ നീയുമായിട്ട് ബന്ധമുണ്ടോ? ആമി, നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിനക്ക് സമാധാനമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ആമി, ഈ കൗശലക്കാരിക്കുന്ന പാമ്പ് വെളിച്ചതൂതന്റെ വേഷം ധരിച്ച് നിന്റെ കുടുംബത്തെ തകർക്കാൻ വ്യത്യസ്തമായ രീതിയിൽ അവൻ വന്നുകൊണ്ടിരിക്കും. അല്ലേരി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യഹോവയായി ദൈവം അല്ലേരിയ ആദമിനെ വിളിച്ചതുപോലെ ദൈവം നിന്നെ വിളിക്കുക. മനുഷ്യ, നീ എവിടെ എന്ന് ചോദിക്കുക. നീ എവിടെയാണ് ഇരിക്കുന്നത്? കള്ളുഷാപ്പിലാണോ? നീ എവിടെയാണ് ഇരിക്കുന്നത്? ബീവറേജിലാണോ? നീ എവിടെയാണ് ഇരിക്കുന്നത്? ആമയല്ലിയ സ്വതന്ത്രം ബാറിലാണോ? നീ എവിടെയാണ് ഇരിക്കുന്നത്? വ്യഭിചാരശാലയിലാണോ? ചൂതാട്ട കേന്ദ്രങ്ങളിലാണോ? നീ എവിടെയാണ് ഇരിക്കുന്നത്? വെറുക്കൂത്ത് ശാലകളിലാണോ? ദുർനടപ്പ് മേഖലകളാണോ? നീ എവിടെയാണ് ഇരിക്കുന്ന? അക്രമങ്ങളിലാണോ? നിന്റെ ജീവിതം എവിടെയാണ്? തീവ്രവാദികളോട് കൂടെയാണോ? ഭീകരവാദി വർഗീയവാദികളോട് കൂടെയാണോ? നീ പോകുന്ന മേഖലകൾ ഏതൊക്കെയാണ്? പാപത്താൽ നിറയപ്പെട്ട് നിൽക്കുന്ന മേഖലകളിലാണോ നീ യാത്ര ചെയ്യുന്നത്? ആമി, നീ പാപം ചെയ്തിട്ട് ദൈവത്തിന് ഒളിച്ചിരിക്കുകയാണോ? അല്ലേലിയ. അങ്ങനെയുള്ള ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് പകൽ പരിശുദ്ധാത്മാവ് നൽകി തരുമ്പോൾ നീ മറഞ്ഞിരിക്കുകയാണ്. പാപം ചെയ്തിട്ട് വെളിയിൽ വരാതെ മറഞ്ഞിരിക്കുന്ന നിന്നെ ദൈവം വിളിക്കുന്നു. നീ വന്നാൽ ആ വിളിയുടെ മുമ്പിൽ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ ആമി, ഉടയവനായി ദൈവം നിന്നെ അതിന് വിടുവിച്ച്, സാത്താന്റെ കയ്യിൽ നിന്നെ വിടുവിച്ച് നിന്നെ സ്വതന്ത്രമാക്കും. പ്രൈസ് ലോർഡ്. ഇന്ന് നീ സ്വതന്ത്രമല്ല, നീ പാപത്തിന് അടിമയായി ജീവിക്കുക. പാപത്തിന്റെ ദാസനാദിയെ, പാപത്തിന്റെ ദാസനും പാപത്തിന്റെ ദാസിയും. വല്ലേരിയ. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞു കുട്ടികൾ ശൈശവപ്രായം മാത്രം നോക്കിയാൽ മതി. ശൈശവപ്രായം മാത്രം നോക്കി ബാല്യം കൂടെ ഞാൻ കൂട്ടിവെച്ചാലും ആമി, ബാല്യം തൊട്ട് അല്ലരിയ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് മാതാപിതാക്കൾ തന്നെ ഈ സാത്താന ശക്തിയെ കയറ്റി കൊടുക്കും. അല്ലേരിയ. ശൈശവത്തിലൊന്നും അറിയില്ല. ശൈശവം ബാല്യമാകുമ്പോഴല്ലോ, ബാല്യത്തിലാകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ പറയാനും എടുക്കാനൊക്കെ തുടങ്ങും. ആ സമയം തൊട്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ മൊബൈലിനകത്തൂടെ എല്ലാ സാത്താനിശത്തിലും പൈശാചികതകളിൽ വിളിച്ചതൂതന്റെ വേഷം ധരിക്കുന്ന പിശാചിനെ ബാല്യത്തിൽ തൊട്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കയറ്റി കൊടുക്കുന്ന, അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന, അതുമുഖാന്തരം ഈ കുഞ്ഞുങ്ങൾ വളരും തോറും ബാല്യം കഴിഞ്ഞ് കൗമാരത്തിൽ യൗവനത്തിലെത്തി കഴിയുമ്പോഴത്തേന് ഇവൻ പൂർണ്ണമായിട്ടും ഇപ്പം കൗമാരത്തിലെത്തി കഴിയുമ്പോൾ തന്നെ ഈ വെളിച്ചതൂതന്റെ സ്വഭാവമായി മക്കൾ കാണിക്കുന്നത്. നിന്റെ ഭവനത്തിന് നിന്റെ മക്കളുടെ സ്വഭാവം നിന്നോട് എങ്ങനെയാ? അമ്മായിമ്മയുടെ സ്വഭാവം എന്താ? മരുമകളുടെ സ്വഭാവം എന്തുവാ? എവിടെയും കലശലല്ലേ? സഹോദരങ്ങൾ തമ്മിലെങ്ങനാ? സഭയ്ക്കകത്ത് നീ എങ്ങനാ? നീ സഭയ്ക്ക് പുറത്തെങ്ങനാ? നിന്റെ ജോലി സ്ഥലത്ത് നീ എങ്ങനാ? നീ എവിടെയും പ്രശ്നക്കാരനല്ലേ, പ്രശ്നക്കാരിയല്ലേ? ആരാണ് നിന്റെ ഉള്ളിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ വെളിച്ചതൂതനാ. അവൻ അസർപ്പശക്തി നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നിടത്തോളം കാലം നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന പിതാവേ, അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചതുപോലെ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് ആ വിളിയുടെ മുമ്പിൽ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ആമി, നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അസമാധാനത്തെ ദൈവം മാറ്റിയിട്ട് നിന്റെ കുടുംബത്തിനകത്ത് സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ അനുഭവത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുക. നാളുകളായി നിനക്ക് ഉയർച്ചയില്ല, സന്തോഷമില്ല, സമാധാനമില്ല, എന്നും ബന്ധനങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് ഓരോ ദിവസവും നീ ശാപത്തിന് വേണ്ടി വിവിധ തന്ത്രങ്ങളും മന്ത്രങ്ങളും ചെയ്ത് ശാപം മാറ്റാൻ വേണ്ടി പല വഴികളും തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പൂർണ്ണമായിട്ട് അവനോട് സമർപ്പിച്ചു കൊടുക്കുക. അവൻ നിന്റെ ശാപത്തെ മാറ്റിത്തരും. ഈ പെന്തക്കോസിനകത്ത് ശാപം മുറിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യുന്ന ഒരുപാട് വിളിച്ചതൂതന്മാരുണ്ട്. പെന്തക്കോസിനകത്ത് പെന്തക്കോസ് വിശ്വാസികളിൽ ഞാൻ മറ്റാരെയല്ല പറയുന്നത്, പെന്തക്കോസിന്റെ കാര്യമാണ് പറഞ്ഞത്.
ചീത്ത വിളിക്കുന്നവർ നേരിട്ട് വിളിച്ചിവിടെ പറഞ്ഞിരണം കേട്ടോ, നിന്നെ കൊണ്ട് വിളിപ്പിക്കും. അല്ലേലിയ, നീ ഇത് നിർത്തണം. അതുകൊണ്ടാണ്. അപ്പൊ ഈ വെളിച്ചദൂതന്റെ വേഷം ധരിച്ച അനവധി ഇടയന്മാർ കേരളത്തിനകത്ത് വിവിധ സ്ഥലങ്ങളിൽ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഉണ്ട് ശാപമുറിക്കാര്. അല്ലേലിയ, അവരുടെ ജോലി അതാ. കാരണം അവരും ഈ കൗശലക്കാരനായിരിക്കുന്ന സർപ്പം, അവൻ വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് അല്ലേലിയ മനുഷ്യന്റെ ഉള്ളിൽ കയറി അവൻ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കകത്ത് എല്ലാവരും വിളിക്കും, ഞാൻ നിങ്ങളെ ശാപം മുറിക്കാം. അതിന് ആഴ്ചയിലും മാസത്തിലും ഒക്കെ ശാപം മുറിക്കുക. എത്ര കാലമായി സഹോദര സഹോദരി നീ ശാപം മുറിക്കൽ ശുശ്രൂഷയിൽ പോകാൻ തുടങ്ങി? എത്ര കാലമായി ദൈവദാസനെ നീ ശാപം മുറിക്കൽ തുടങ്ങിയിട്ട്? നീ ശാപം മുറിച്ചിട്ട് ഇന്ന് വരെ ഏതെങ്കിലും കുടുംബം സ്വതന്ത്രമായിട്ടുണ്ടോ? നീ ശാപം മുറിക്കൽ ശുശ്രൂഷ നടത്തിയിട്ട് ആരെങ്കിലും നിനക്ക് സ്വതന്ത്രമാക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദര, നീ ശാപം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്റെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് കൊടുത്തിട്ട് നിന്റെ ശാപത്തിന് മുറിവ് വന്നു, നിന്റെ ശാപത്തെ നീക്കി നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത വന്നു, പിന്നെ നീ ശാപം നീക്കാൻ വേണ്ടി പോവുകയല്ലേ? അതൊരു വ്യാജ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, സ്തോത്രം. സത്യം പറയുമ്പോൾ നിങ്ങളുടെ ചീത്ത പറയും. പ്രൈസ്. കാരണം വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതൽ, ദൈവവിളി കേട്ട് ഇറങ്ങിയ ഒരു ദൈവവൈതൽ, ദൈവത്തിന്റെ വിളി ഉള്ളവൻ, ദൈവത്തിന്റെ പരമാധികാരമുള്ളവൻ, ദൈവ തേജസ്സം നിറയപ്പെട്ടവൻ, സാത്താന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടവൻ, പാപത്തെ ഏറ്റുപറഞ്ഞവൻ, പാപത്തെ ഉപേക്ഷിച്ചവൻ, പാപത്തെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടവൻ, അഭിഷേകത്താൽ നിറയപ്പെട്ടവന്റെ മേൽ പിശാച് വസിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 പേരിലും മേലോട്ട് 120 പേരെ നോക്കിയാട്ട് അപ്പോസ്തലർ 2:1 അവർ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. അല്ലെങ്കിൽ എത്ര പേരാ? 120 പേർ കൂടിയിരുന്നപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവരുടെ മേൽ വന്നതും അവർ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച്. പിന്നീട് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവരാരും ഭൂതത്തെ ഇറങ്ങാനേക്കും പോയിട്ടില്ല. അവർ ഭൂതത്തെ ഇറക്കുക ചെയ്തത്. അപ്പോസ്തലന്മാർ ഭൂതത്തെ ഇറക്കുക ചെയ്തത്. ഇന്നത്തെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഭൂതത്തെ കാണിച്ച് പൈസ മേടിക്കുക, ഭൂതത്തെ കാണിച്ച് പേടിപ്പിക്കുക. അല്ലേലിയ. സുന്ദരം എന്ന ഗോപുര ദേവാലയത്തിൽ മുടന്തനായി കിടന്ന ഒരു ഭൂതാത്മാവാണ്. ആ ഭൂതാത്മാവിനെ പത്രോസ് ശാസിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭൂതാത്മാവിനെ വിട്ടുപോകാൻ സ്വതന്ത്രമായി. അവൻ പിന്നീട് ഈ ശാപം മാറ്റാൻ ഭൂതം മുറിക്കുക ഭൂതശാന്തിക്കൊന്നും അല്ലെങ്കിൽ രോഗശാന്തിക്ക് വേണ്ടിയിട്ടൊന്നും അവൻ വന്നിട്ടില്ല. നിന്റെ മേലെ അഭിഷേകമുണ്ടെങ്കിൽ നീ സ്വതന്ത്രം. അഭിഷേകമില്ലെങ്കിൽ നീ പാപത്തിൽ ജീവിക്കുന്നതിന്റെ കുടുംബം എന്ന ശാപത്തിലാണ്. ഹല്ലേലൂയ. നീ ദൈവത്തിന് തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ അനവധി കുട്ടികൾ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിനായി ഇന്ത്യയുടെ വിവിധമായ സംസ്ഥാനങ്ങളിലും ലോകരാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ കടന്നു പോകുന്ന അനവധി കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ. അനവധി കുഞ്ഞുങ്ങൾ വിദേശ രാജ്യത്ത് പഠിക്കാൻ കടന്നു പോകുന്ന, അങ്ങനെ പഠിക്കാൻ കടന്നു പോലും പഠിച്ചിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് അവിടുത്തെ സംസ്കാരത്തിനനുസരിച്ച്, അവിടുത്തെ ജീവിത സാഹചര്യം അനുസരിച്ച്, ആ രാജ്യത്തിന്റെ ജീവിത സാഹചര്യം സംസ്കാരം അനുസരിച്ച് അവരോടൊപ്പം ലയിച്ചു ചേർന്ന് അവർ നടക്കുന്നത് പോലെ നടക്കുക, അവർ പോകുന്നത് പോലെ നടക്കുക, അവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക, അവർ ചെയ്യുന്നത് പോലെ ചെയ്യുക. ഇവിടെ വിശുദ്ധിയുടെ വേഷം ധരിച്ച് നിന്നവരാ, വിശുദ്ധിയെ പ്രാപിച്ചവർ, അഭിഷേകം ഉണ്ടായിരുന്നവരാണ്, ദൈവത്തിന്റെ മക്കളാണ്, ദൈവമക്കളാണ്, ദൈവദാസന്മാരുടെ മക്കളാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ സർപ്പം അവിടെ ഇവനെ പിടിച്ചു. ഹല്ലേലൂയ. ഇവിടെ പിടിച്ചു. ഇപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാ, ലഹരിക്കടിമയാ. ജടികമായി വ്യഭിചാര പരസങ്ങൾ വീട് പലതും തകർന്നു കഴിഞ്ഞ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഉള്ളിനകത്ത് സാത്താൻ പ്രവേശിക്കരുത്. നിന്റെ തലമുറയിൽ സാത്താൻ സാത്താൻ നിന്റെ ഉള്ളിൽ പ്രവേശിച്ച നിനക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗമാ. ഏതൻ പരദീസ നഷ്ടപ്പെട്ട ആദമിനെ പോലെ നിനക്ക് സ്വർഗീയ പരദീസ നഷ്ടപ്പെട്ടു പോകും. ചിലർ പഠിപ്പിക്കും പരദീസ നഷ്ടപ്പെടത്തില്ലെന്നൊക്കെ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞില്ലേ, നീ പാപം ചെയ്താൽ നിനക്കെല്ലാം നഷ്ടപ്പെടും. അല്ലേ? പാപിയെ ദൈവം സ്നേഹിക്കുന്നു, പക്ഷെ പാപത്തെ ദൈവം വെറുക്കുന്നു. പാപിയെ ദൈവം സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. അതുകൊണ്ടാണ് സഹോദര, നീ പാപിയായിരുന്നു, നീ നഗ്നനായിരുന്നു, നഗ്നയായിരുന്നു. നീ നഗ്നത കൊണ്ട് നീ പാപം കൊണ്ട് ദൈവത്തിലേക്ക് വരാൻ കഴിയാതെ നീ ആദവും അവ്വയും ഒളിച്ചിരുന്നതാണ്. അവിടെ നിന്നും ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് നിന്റെ പാപത്തിന്റെ മാലിന്യങ്ങളെ മാറ്റിക്കഴിഞ്ഞ് തേജസ്സിന്റെ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം, ഉത്സവ വസ്ത്രം നിന്നെ അണിയിച്ച് നിന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ നീ വീണ്ടും പാപത്തിലേക്ക് വീണുപോയാൽ, ഹല്ലേലൂയ, നീ വീണ്ടും പാപത്തിന് അധീനമായി മാറി പാപത്തിൽ നീ വസിച്ചാൽ നിനക്ക് സ്വർഗം നഷ്ടപ്പെടും.
അല്ലേലിയ. നിന്റെ പൈസ വാങ്ങാൻ വേണ്ടി, നിന്നെ സഭയിൽ നിർത്താൻ വേണ്ടി, നീ സഭയിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആരും ഒരു പക്ഷേ പ്രസംഗിച്ച് കേൾപ്പിക്കത്തില്ല. നിനക്ക് പാപം ചെയ്യാനുള്ള പ്രോത്സാഹനം ചെയ്തു തരും. അല്ലേലിയ. പാപം ചെയ്യാനുള്ള പ്രോത്സാഹനം ചെയ്തു തരുന്ന അനവധി ശുശ്രൂഷകരുണ്ട്. പാപത്തെക്കുറിച്ച് പ്രസംഗിക്കാത്തവർ, വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കാത്തവർ സഭയ്ക്കകത്തുണ്ട്. അച്ചായന് നോക്കാത്ത, അമ്മാമ്മയ്ക്ക് നോക്കാത്ത, ആരെയും നോഹിക്കാത്ത വേദനിപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്ത് പണമുണ്ടാക്കുന്ന ഇടയന്മാർ സഭയ്ക്കകത്ത് വിരിയി കഴിഞ്ഞു. കാരണം അച്ചായൻ്റെയും അമ്മാമ്മയുടെയും പാപം വിളിച്ചു പറഞ്ഞൊരു വിസ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? വിദേശത്തേക്ക് ചെല്ലുമ്പോൾ യാത്ര നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? വിദേശത്തിൽ നിന്ന് കയറി കിടക്കണ്ടേ? വിദേശത്ത് ചെല്ലുമ്പോൾ ശുശ്രൂഷയ്ക്ക് പോകേണ്ടവരെ കൊണ്ട് നടക്കണ്ടേ? അല്ലെങ്കിൽ ഒരു വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന്റെ വിസ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അച്ചായന്റെ പാപത്തെ പറയാൻ പാടില്ല, അമ്മാമ്മയുടെ പാപത്തെ പറയാൻ പാടില്ല, അവരുടെ മക്കളുടെ പാപത്തെ പറയാൻ പാടില്ല. പറഞ്ഞ പൈസ നഷ്ടപ്പെടും, ചില നന്മകളൊക്കെ നഷ്ടപ്പെടും. നന്മ നോക്കിയിട്ട്, പണം നോക്കിയിട്ട് നീ പാപത്തെ മറച്ചു വെച്ച് പ്രസംഗിക്കുന്ന സാത്താൻ താൻ വിളിച്ച ദൂതന്റെ വേഷം ധരിച്ച് നിൽക്കുന്ന കപട വേലക്കാരോട് പറയട്ടെ, നീ മുഖാന്തരം നഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പാപത്തിൽ വീഴുന്നവരുണ്ട്. അവരെക്കുറിച്ച് നീ സമാധാനം പറയേണ്ടി വരും. പ്രൈസറോ. നമ്മുടെ കുട്ടികളൊക്കെ, നമ്മുടെ തലമുറയൊക്കെ പാപത്തിൽ വീണ് കിടക്കുക. എത്രയോ ദൈവസഭയും ദൈവമക്കളാണ് പാപത്തിൽ വീണ് കിടക്കുന്നത്. എത്രയോ ദാസന്മാരാണ് പാപത്തിൽ വീണ് കിടക്കുന്നത്. അല്ലെങ്കിൽ പാപത്തെ വിട്ട് നീ പുറത്തു വരണം. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നീ എതിർത്ത് നിന്നിട്ടില്ല. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഇബ്രാഹിം ലേഖനം 12:4 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നീ എതിർത്ത് നിൽക്കണം. പാപം നിന്റെ വാതിൽ കിടക്കുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 4:7 വായിച്ചാലും കാണാൻ കഴിയും. അതുകൊണ്ട് പാപം നിന്റെ വാതിൽക്കൽ കിടക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണല്ലോ കായീനോട് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. കായീനോട് ദൈവം പറയുന്നത് അങ്ങനെ തന്നെയാ, സ്തോത്രം. അപ്പൊ കായീനോട് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം പറയുന്നത്, ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം 4:7 പറയുക, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ തിന്മ ചെയ്യുന്നുവെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. അപ്പം ഈ പാപം, അല്ലെങ്കിൽ ആദമിലും ഹവ്വയിലും സംഭവിച്ച പാപം തൻ്റെ മകനായിരിക്കുന്ന കായീനിൽ പ്രവേശിച്ചു. ആ പാപം കായീൻ്റെ വാതിൽക്കൽ കിടക്കുകയാണ്. അവന് നന്മ ചെയ്യാൻ അറിയത്തില്ല, തിന്മ ചെയ്യുന്നതുകൊണ്ട് പാപം അവൻ്റെ വാതിൽക്കൽ കിടക്കുന്നു. അല്ലെങ്കിൽ ആ പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ടില്ലെന്നാണ് പൗലോസ് എബ്രായ വിശ്വാസികളുടെ എബ്രായ ലേഖനത്തിൽ 12:4 പറഞ്ഞത്. നിന്റെ ജീവിതം എങ്ങനെയാ? ഇന്ന് നീ പിറുപിറുപ്പല്ലേ? ഇന്ന് നീ കുശുകുശപ്പല്ലേ? ഇന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കിയില്ലേ? സമ്പത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, അവകാശത്തിന് വേണ്ടി, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി. ഹല്ലേലൂയ. നീ എന്തെല്ലാം കോലാഹലോ കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ട് നീ സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുക. നീ സ്വർഗത്തിൽ പോകുന്നതിനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന നീ എപ്പോൾ പാപം ചെയ്യുന്നു, ആ പാപം മുഖാന്തരം ജീവിതത്തിൽ ശാപം പ്രവേശിക്കുന്നു. അല്ലേലിയ. പിന്നെ കൈകൊട്ടി പാടിക്കൊണ്ടൊന്നും ഈ പാപമൊന്നും മാറണമെന്നില്ല. അങ്ങനെ പാപം മുഖാന്തരം ശാപത്തിൽ കിടക്കുന്നവരുടെ മേലാണ് ഈ ഭൂതമുള്ളത്, ഭൂതാത്മാവുള്ളത്, ഭൂതശക്തിയുള്ളത്. അവരാണ് ഈ സഭയ്ക്കകത്ത് ഇളകുന്നത്. മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ, സഭയ്ക്കകത്ത് ശുശ്രൂഷ നടക്കുമ്പോൾ, സഭയ്ക്കകത്ത് പ്രാർത്ഥന നടക്കുമ്പോൾ, ദൈവത്തെ പാടി ആത്മാവിൽ ആരാധിക്കുമ്പോൾ, ദൈവദാസന്മാർ ശക്തമായി ശുശ്രൂഷിക്കുമ്പോൾ, ദൈവത്തിനത്തെ ദൂത് പറയുമ്പോൾ സഭയ്ക്കകത്ത് ഭൂതമിളകുന്ന വിശ്വാസികളിൽ, ഹല്ലേലൂയ, സഭയ്ക്കകത്ത് വിശ്വാസികൾ ഭൂതമിളകുമ്പോൾ ഓർത്തോണം, അവൻ പാപത്തിലാണ് ജീവിക്കുന്നത്. അവനും അവളും പാപത്തിലാണ് ജീവിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ മകനായിട്ടോ മകളായിട്ടോ ആയിരുന്നു അവൾ ജീവിച്ചത്. പക്ഷേ അവരുടെ ഉള്ളിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം വന്നു കഴിഞ്ഞപ്പോൾ, ലോകത്തിന്റെ പാപ ഇംഗിതങ്ങളിലേക്ക് അവർ വീണ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവളുടെ ഉള്ളിലേക്ക് ഈ കൗശലക്കാരനായിരിക്കുന്ന ഈ പാമ്പ് സാമ്യം വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് അവളിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്ത് ചെയ്തു? അവൾ അഭിഷേകമുള്ളവന്റെ ശുശ്രൂഷ നടക്കുമ്പോൾ അതങ്ങിട്ട് ഇളകും. ഹല്ലേലൂയ. പിന്നെ വരുന്ന ദൈവദാസന് പണിയാ എന്താ? ഭൂതത്തെ ഇറക്കാം. നിന്റെ ഉള്ളിൽ നീ ഈ പാപം നീക്കി കളയണം കേട്ടോ. പാപത്തെ നീക്കി നിർമ്മലമായ ഒരു ഹൃദയം. അതുകൊണ്ടാണ് ദാവീദ് നിലവിളിച്ച്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. നിന്റെ സാന്നിധ്യത്തെ നീ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ നിരക്കുകയും വരുതേ. ഹല്ലേലൂയ. നിന്റെ രക്ഷയുടെ സന്തോഷം എന്ന് നീക്കിക്കളയരുത്. മനസ്സൊരു ആത്മാവിനെ തേങ്ങണമെന്ന് ഈ സങ്കീർത്തനം 51:10 തൊട്ട് വായിച്ചാൽ കാണാൻ കഴിയും. കാരണം പാപം വന്നാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും.
പാപം നിന്റെ ജീവിതത്തിൽ വന്ന് നിന്റെ സമാധാനം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും, നിന്റെ കുടുംബത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു, നിന്റെ ജീവിതത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു, നിന്റെ കുടുംബത്തിന്റെ ദൈവീയ സാന്നിധ്യം നഷ്ടപ്പെട്ടു, ദൂതന്മാരുടെ സംരക്ഷണം ഇല്ലാതെയായി മാറും. ഹല്ലേലൂയ. പാപം നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്റെ കുടുംബത്തെയും പിശാചും അവന്റെ ദൂതന്മാരും നിന്റെ ഭവനത്തെ ചുറ്റും പാളയം ഇറങ്ങും. ദൈവത്തിന്റെ ദൂതന്മാരെ നമ്മുടെ ഭവനത്തിന് ചുറ്റും പാളയം ഇറങ്ങേണ്ടത്. പക്ഷെ നീ പാപം ചെയ്യുമ്പോൾ സാത്താനും അവന്റെ ഭീകരന്മാരോട് നിന്റെ കുടുംബത്തെ കൈവശപ്പെടുത്തും. ഹല്ലേലൂയ. അത് നിന്നെ മാരകമായ രോഗത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ആദം എവിടെയാണെന്നുള്ള കാര്യം ദൈവത്തിന് അറിഞ്ഞു കൂടാമായിരുന്നിട്ടാണോ ദൈവം ആദനെ വിളിച്ചത്? അല്ല. ആദം എവിടെയാണെന്നും ആദം പാപം ചെയ്തും വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ദൈവത്തിന് അറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം വിളിക്കുന്നത്. നീ എവിടെ? മനുഷ്യനെ വിളിച്ച് നീ എവിടെ? ഹല്ലേലൂയ. അത് സ്നേഹിത, നമ്മുടെ ഉള്ളിൽ പാപ ശരീരത്തിൽ നീ വിധേയപ്പെട്ട് കൊടുക്കരുത്. അബ്രഹാമിന്റെ മേലുള്ള പിടി. ഹല്ലേലൂയ. അപ്പം ഇവിടെ നമ്മൾ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ച് നീ എവിടെ എന്ന് ചോദിച്ച് ഇന്ന് പകലും ദൈവം നിങ്ങളോട് ഇങ്ങനെ തന്നെ ചോദിക്കുക. നീ എവിടെയെന്നാ ചോദിക്കുന്നത്? സഹോദരി നീ എവിടെ? സഹോദരൻ നീ എവിടെ? യുവകന്മാർ നിങ്ങൾ എവിടെയാ? ഹല്ലേലൂയ. ചില വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അപ്പനും അമ്മയും മോളെ നീ എവിടെയാ? മോനെ നീ എവിടെ? ഇങ്ങോട്ട് വാ, പ്രാർത്ഥിക്കാനിരിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനിരിക്കുക. എന്താ പണി? മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. മൊബൈലിനകത്ത് സകല അശ്ലീലമായ ജടികമായ എല്ലാ നഗ്ന ചിത്രങ്ങളും കണ്ടിട്ട് അതിൽ സന്തോഷിച്ചുല്ലസിച്ചിരിക്കുക. കാരണം സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് നഗ്നവസ്ത്രം ധരിച്ച് നിന്റെ മൊബൈലിനകത്ത് പ്രത്യക്ഷമാകുമ്പോൾ അവൻ നിന്റെ കണ്ണുകൾക്ക് ഇപ്പം നിന്നെ ആഗ്രഹത്തിലേക്ക് നയിച്ച് ആശയിലേക്ക് കൊണ്ടുവന്ന് മോഹം നിന്റെ ഉള്ളിൽ തന്ന് പ്രാർത്ഥിക്കാൻ നിന്നെ അവൻ വിടാതെ അവൻ നിന്റെ കൈവശപ്പെടുത്തും. ഇന്ന് അനവധി കുടുംബങ്ങളിൽ ശാപത്തിലാണ്. 99.99% കുടുംബങ്ങളും ശാപത്തിലാണെന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. സഭയ്ക്കകത്ത് ശുശ്രൂഷ നടക്കുമ്പോൾ വലിയ കൺവെൻഷൻ നടക്കുമ്പോൾ, സഭായോഗം നടക്കുമ്പോൾ, മാസയോഗം നടക്കുമ്പോൾ സഭയുടെ മുൻനിരയിലിരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന ദൈവദാസന്മാർ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, മൊബൈൽ വിളിച്ചുകൊണ്ടിരിക്കുക, മൊബൈലിൽ വാട്സപ്പ് മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കൺവെൻഷൻ അടിപൊളിയായിട്ട് നടക്കുക, മാസയോഗം അടിപൊളിയായി നടക്കുക, ശുശ്രൂഷ ശക്തമായ ആരാധന ശക്തമായിട്ട് നടക്കുക. അപ്പോൾ സഭയുടെ ഉന്നതന്മാരായിരിക്കുന്ന അതിഥികളായിരിക്കുന്ന ക്ഷണിക്കപ്പെട്ടവരെ വിളിച്ച് മുമ്പിലിരുത്തി അവർ സ്റ്റേജിലിരിക്കുമ്പോൾ അവർ മുമ്പിലിരിക്കുന്ന കുഞ്ഞുകുട്ടികളുടെ മുമ്പിൽ സൗര മുമ്പിൽ കുളിച്ചിട്ടിരിക്കുന്ന ഫുൾപ്പിട്ടിരിക്കുന്നവർ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് ഈ കൗശലക്കാരി പാമ്പ് നിന്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അവൻ നിന്നെ മാസയോഗത്തിൽ ശ്രദ്ധിക്കാനോ, കൺവെൻഷൻ ശ്രദ്ധിക്കാനോ, സഭയുടെ മീറ്റിംഗ് ശ്രദ്ധിക്കാനോ നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കാതെ അവൻ നിന്റെ ഹൃദയത്തെ വശീകരിച്ച് മൊബൈലിനകത്ത് കൊണ്ടെത്തും നിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് സഭയുടെ യോഗത്തിനകത്ത്, സഭാ മീറ്റിങ്ങിനകത്ത് മൊബൈലിൽ നോക്കി കളിക്കുന്ന, മൊബൈൽ വിളിക്കുന്ന അത് നിന്റെ എല്ലാം ഉള്ളിലിരിക്കുന്നത് ഈ പിശാച് തന്നെയാണ്. ഒരു മാറ്റമില്ല. അത് തന്നെയാണ് നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിന്നെ നയിക്കുന്നത് സാത്താനാണ്. സഭയ്ക്കകത്ത് ശക്തമായ ശുശ്രൂഷ നടക്കുകയാണ്, നീ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴും ദൈവം വിളി, യഹോവേ മനുഷ്യ നീ എവിടെ? നീ മൊബൈലിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണോ? നീ പാപത്തെ വിട്ട് മടങ്ങി വരണം. പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. കള്ളും കുടിച്ച് സുബോധമില്ല, വെളിവില്ല, സുബോധം നഷ്ടപ്പെട്ട് സുബോധമില്ലാതെ നീ പല സ്ഥലത്തും കിടക്കുക. ദൈവാത്മാവ് നിന്നോട് പറഞ്ഞ് നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. വീഞ്ഞു കുടിച്ച് മത്തരാകരുതെന്ന. ഹല്ലേലൂയ. പലരും വീഞ്ഞു കുടിച്ച് മത്തരായിക്കൊണ്ടിരിക്കുക. പലരും വീഞ്ഞിന് അടിമകളാ. ഹല്ലേലൂയ. എന്നിട്ട് ഈ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് അടിപൊളി ശുശ്രൂഷ ചെയ്യുന്ന അനവധി വെളിച്ചദൂതന്മാരുണ്ട്. നീ ദിവ്യാഗ്രഹിയാണോ? നീ പലിശയ്ക്ക് കൊടുക്കുന്നവനാണോ? നീ കൊള്ള പലിശ വാങ്ങുന്നവൻ. ദൈവജനം കൊള്ള പലിശ വാങ്ങുന്നു, ദിവ്യാഗ്രഹം പലിശയ്ക്ക് കൊടുക്കുന്നു, വാങ്ങുന്നു, വഴക്കുണ്ടാകും. നിന്റെ ഉള്ളിൽ വെളിച്ചദൂതൻ ഇരിക്കുന്നു. ഹല്ലേലൂയ. അവൻ നിന്നെ കണ്ട് പാപം ചെയ്യിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ അസന്മാർഗമായ ജീവിതത്തിലേക്ക് വലിച്ചിടിച്ചുകൊണ്ട് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ 279 പ്രാവശ്യം യഹോവയായ ദൈവം മനുഷ്യനെ വിളിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. വിവിധ വിളികളെ കുറിച്ച് കാണാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 141 വിളികളെ നമുക്ക് കാണാൻ കഴിയും. വിളിച്ചു എന്നുള്ള പദം. അങ്ങനെയാണെങ്കിൽ അതൊരു വിളി നിനക്കുള്ളത്. ആ ഒരു വിളിക്കകത്ത് നീ ഉണ്ട്.
നിന്നെ വിളിച്ച് ദൈവം വേർതിരിച്ച ഇപ്പൊ നീ വിളിയൊക്കെ നഷ്ടപ്പെട്ടേ. അതുകൊണ്ടാണ് പത്രോസ് പറയുന്ന ആമേ സഹോദരന്മാരെ, നിങ്ങൾ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുമെന്ന് 2 പത്രോസിന്റെ 1:10 എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം. നീ സഭയ്ക്കകത്താണ് ഇരിക്കുന്നത്, യോഗത്തിലിരിക്കുന്ന കൈയടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, അന്യഭാഷ പറഞ്ഞ് നിന്റെ അടുത്തിരിക്കുന്ന സഹോദരി നിറകണ്ടിട്ട് നോക്കി അവക്ക് നേരെ പല്ല് ചിറമ്പുന്നുണ്ടെങ്കിൽ, അവന് നേരെ പല്ല് ചിറമ്പുന്നുണ്ടെങ്കിൽ, ആമേ നിന്റെ അടുത്തിരിക്കുന്ന വിശ്വാസം നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിന്റെ അടുത്തിരിക്കുന്ന വിശ്വാസം നിന്നെ പിറുപിറുക്കുകയാണെങ്കിൽ, നിന്റെ ഉള്ളിലിരിക്കുന്ന വലിയ ഭൂതമാണെന്ന്. നിന്റെ ഉള്ളിലിരിക്കുന്ന വലിയ ഭൂതമാണ്. സഭയ്ക്കകത്ത് വിശ്വാസികൾ കടന്നു വരുമ്പോൾ ബലഹീനരായിരിക്കുന്ന വിശ്വാസികൾ ബലമുള്ളവരുണ്ടെന്ന് പറഞ്ഞാൽ, പണമുള്ളവനുണ്ട്, പണമില്ലാത്തവനുണ്ട്, കൂടുതൽ ദശാംശം കൊടുക്കുന്ന ദശാംശം കൊടുക്കാത്തവരുണ്ട്. അതിന് പേരിൽ ദശാംശം കുറവ് കൊടുക്കുന്നവനെ, വരുമാനം കുറവുള്ളവനെ നോക്കി മാത്രം കുത്തി പ്രസംഗിക്കുന്ന, അവനെ മാത്രം ലക്ഷ്യമിട്ട് പ്രസംഗിക്കുന്ന, മറ്റ് കൊടുക്കുന്നവനെ മാത്രം അവനെ മാത്രം പൊക്കി പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവരുടെ ഉള്ളിലിരിക്കുന്ന ഈ ഭൂതമാണ്. ചില സഭയിൽ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഒന്നും ഒരുപോലെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരും ഒന്നും പണത്തിന് ജീവിക്കുന്നില്ല. അവർക്കുള്ളത് തരും. അല്ലെങ്കിൽ ഉള്ളത് തരുന്നത് മേടിച്ച് തൃപ്തിയോടെ നീ കഴിയണം. അല്ലാതെ അവരെക്കുറിച്ച് കുത്തി പ്രസംഗിക്കരുത്. സഭയ്ക്കകത്ത് നന്മ തരുന്നവരെ മാത്രം നീ ഓർത്ത് അവരെയും പൊക്കി പ്രസംഗിക്കുകയും ചെയ്യരുത്. അല്ലേ? ഞാൻ എറണാകുളത്ത് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ശക്തമായ ഒരു ദൈവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ആ സഭയിൽ അങ്ങ് ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്നൊരു അച്ചായനുണ്ട്, അമ്മാമിയുണ്ട്. ന്യൂയോർക്കിൽ ആ നാട്ടിൽ ഒരുപാട് ശുശ്രൂഷ, ഒരുപാട് മീറ്റിങ്ങിൽ പങ്കെടുത്ത എറണാകുളംകാരാ. അച്ചായനും അമ്മാമയും അവിടെ വന്നിട്ട് ഇവർക്ക് മുന്നമേ പരിചയമുണ്ട്. ആ സഭയ്ക്കൊക്കെ നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ഏകദേശം 100-200 പേരുണ്ട്. ദൂതി അച്ചായനോടും അമ്മാമയോടും മാത്രമാണ്. ഈ വന്ന ദൈവദാസൻ വേറെ ആരും ദൂരം അച്ചായൻ്റെ അമ്മാമ്മയുടെ കഥ മാത്രം പറഞ്ഞ് അന്നത്തെ ശുശ്രൂഷ. ചില സഭയ്ക്കകത്ത് അങ്ങനെയാണെന്നേ. അല്ലെങ്കിൽ പണമുള്ള വന്നു കയറി കഴിയുമ്പോൾ എല്ലാം കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ ഗൾഫിലേക്ക് പോയി നമ്മൾ പിന്നെ അവരെക്കുറിച്ച് മാത്രം, യേശുവിനെക്കുറിച്ച് പറയില്ല. യേശുവിനെക്കുറിച്ച് പറയാൻ അവർക്ക് വചനം കിട്ടത്തില്ല. അച്ചായൻ്റെ അമ്മാമ്മയുടെ പോക്കറ്റും പണമാണ്. നിന്റെ ഉള്ളിലും വിളിച്ചു തോന്നിന. ഹല്ലേലൂയ. ദൈവാരാധനയ്ക്ക് നീ പോകത്തില്ല, സമായോഗത്തിന് പോകത്തില്ല. സമായോഗം മുടക്കി നീ മറ്റ് ജോലിക്ക് പോവാ. നിന്റെ ഉള്ളിലും വെളിച്ച തോതിനായിരിക്കുന്നത്. സഭയിലെ ശുശ്രൂഷയുടെ ഭാഗമായി മാറത്തില്ല. നിന്റെ ഉള്ളിൽ വെളിച്ച തോതിന. സഭയ്ക്ക് കൊടുക്കേണ്ട ദശാംശം നീ കൊടുക്കത്തില്ല. നിന്റെ ഉള്ളിൽ വെളിച്ച തോതിന. പെന്തക്കോസ്തുകാരെന്നോട് സഭയ്ക്കകത്ത് നിന്ന് സഭയുടെ ആനുകൂല്യം പറ്റുകയും സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റുകയും ചെയ്യുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ വിവിധ ജാതികളിൽ നിന്നുള്ള വിശ്വാസത്തിലേക്ക് വരുന്നത്. സർക്കാരിൻ്റെ സംവരണാടിസ്ഥാനത്തിൽ സംവരണമുള്ളവരൊക്കെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവരതിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാതെ സഭയ്ക്കകത്തോട് സഭയുടെ ആനുകൂല്യം വാങ്ങിക്കും, സർക്കാരിൻ്റെ സംവരണാനുകൂല്യം വാങ്ങിക്കും. വിളിച്ചതോതല്ല അതിൻ്റെ ഉള്ളിരിക്കുന്നത്. നീ ദൈവം പാകം ചെയ്യുന്ന പാപം ഏതെങ്കിലും ഒന്നേ ആകാവുള്ളൂ. അല്ലേ? യേശു പറഞ്ഞു ഒന്നേ ആകാവുള്ളെന്ന്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. മാർത്ത പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുക. അപ്പോൾ യേശു പറഞ്ഞത് ഏതിലും ഒന്നേ ആകാവുള്ളൂ. അല്ലേ? അപ്പം ഒരു പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. യേശു വരാൻ സമയമായി. അല്ലേ? സ്തോത്രം. കർത്താവ് വരാൻ സമയമായി. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രാർത്ഥനയിലാണോ എന്തൊരു ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് ഇട്ട് ഒരു അടിയിലേതോ ഒരു സഹോദരൻ വന്ന് ചോദിച്ചു, സ്വാമി കേശു എപ്പം വരുമെന്ന് പറയാൻ. അല്ലേ? കേശു എപ്പോഴാണ് വരുന്നത്? ഞാൻ ആദ്യം ഇതിന് മനസ്സിലായി കേശു. അപ്പം എനിക്കതിന് മറുപടി പറയുകയാണെങ്കിൽ പിന്നെ നമ്മളൊരു സമൂഹത്തിൽ ഒരു കാര്യത്തെ അവഗണിക്കണ്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പറയാം കേശു എന്ന് വരുമെന്ന്. കേശു അല്ല സഹോദരൻ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. ഞങ്ങൾ ആരാധിക്കുന്ന ജീവനുള്ള യേശുവാണ്. നിനക്ക് യേശുവിനെ കേശു എന്നാ കാണാൻ പറ്റുമെങ്കിൽ നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേര് കേശു എന്നാ. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേര് കേശു എന്നല്ല, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേര് യേശു എന്നാ. അല്ലേ? അത് ഞാൻ പ്രസംഗിച്ച വചനത്തിന് നീ അപമാനിച്ച് കമന്റ് ഇട്ടാലും ഞങ്ങൾക്ക് പരാതിയില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ ആരെ സേവിക്കുന്നു, ഞങ്ങൾ ആരെ ശുശ്രൂഷിക്കുന്നു, ഞങ്ങൾ ആരെ പറയുന്നു, ഞങ്ങൾ ആരെ ഉയർത്തുന്നു, ഞങ്ങളുടെ ശുശ്രൂഷ എന്താണെന്ന് ഞങ്ങൾ നന്നായിട്ട് അറിഞ്ഞവരാ. സാത്താൻ നിന്റെ ഉള്ളിൽ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചിരിക്കുന്നതുകൊണ്ട് നീ ഇതൊക്കെ പറഞ്ഞ് കമന്റ് ഇടും. പ്രൈസറോ അങ്ങനെയൊക്കെയാ. നീ മാനസാന്തരപ്പെടണം. നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? നീ ദൈവനാമത്തിൽ ദൈവസഭയും കളിയാക്കി അപമാനിക്കുകയും നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ?
ഞങ്ങളുടെ നാട്ടില് അല്ലെങ്കിൽ എൻ്റെ വീടിന് ചുറ്റും ഞങ്ങൾ 4 പെന്തക്കോസ്ത് പള്ളിയുണ്ടായിരുന്നു. ഞങ്ങൾ കത്തോലിക്ക കുടുംബത്തിലാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ വന്ന് വലിയ ടേപ്പ് റെക്കോർഡ് വാങ്ങി, വലിയ സൗണ്ട് ബോക്സ് ഒക്കെ വാങ്ങി, വലിയ ഒച്ചയിലിട്ട് ഇവിടുന്ന് ഒരു പണി എനിക്കുണ്ടായിരുന്നു. എൻ്റെ വീടിനോട് ചേർന്ന് ഒരു 10 അടി അകലത്തിൽ ഒരു പെന്തക്കോസ്ത് പള്ളി ഇരിക്കുന്നത്. അവർ ഞായറാഴ്ച വെള്ളിയാഴ്ച ശക്തമായ ഉപവാസ പ്രാർത്ഥനയാണ്. ഞാൻ അന്നേരം എന്ത് ചെയ്യും? ഭയങ്കര ഊളിത്തിലിടും. അല്ലേലൂയ. കാരണം എനിക്കറിയത് എൻ്റെ ഉള്ളിലിരിക്കുന്ന വിളിച്ചത് എനിക്കറിയത്തില്ല. ഞാൻ അവരുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ അവസാനം എന്താ സംഭവിച്ചത്? അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ഉള്ളിലെ പിശാച് അവരുടെ പ്രാർത്ഥന പുറത്തായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ വെളിച്ചദൂതനെ എൻ്റെ ഉള്ളിൽ നിന്ന് സഭയ്ക്ക് വിരോധമായി, ദൈവനാമത്തിന് വിരോധമായി, സുവിശേഷത്തിന് വിരോധമായി നീ ശബ്ദിക്കുമ്പോൾ നിന്റെ ഉള്ളിലിരിക്കുന്ന ഭൂതം, ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, സുവിശേഷം പ്രശ്നം ദൈവത്തെ ദാസന്മാർ പട്ടണത്തിലും തെരുക്കൂണിലും സുവിശേഷം വിളിച്ചു പറയുമ്പോൾ നീ കലിതുള്ളി വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിന്റെ ഉള്ളിൽ വലിയൊരു ബോധം ഇരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, അഭിഷേകമുള്ള ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നത് കേൾക്കുമ്പോൾ ഈ ബോധം നിന്റെ ഉള്ളിൽ ഇറങ്ങും. അതുകൊണ്ട് കുടുംബത്തിനകത്ത് ശുദ്ധീകരണം, ജീവിതത്തെ ശുദ്ധീകരണം, എല്ലാ മേഖലയിലും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തെ തകർക്കാൻ സാത്താൻ, നിന്റെ നന്മയെ തകർക്കാൻ, നിന്റെ ജോലിയെ തകർക്കാൻ, നിന്നെ ഒരു രോഗിയാക്കി മാറ്റുവാൻ, നിന്റെ മക്കളെ ബന്ധനത്തിലേക്ക് വിടുവാൻ, ബന്ധിക്കുവാൻ പിശാച് പല തന്ത്രങ്ങളുമായിട്ട് കടന്നു വരും. നീ അതിനെ തിരിച്ചറിയണം. ഇവിടെ ആദവും ഹവ്വയും സാത്താനാൽ ബന്ധിക്കപ്പെട്ടു പോയതുപോലെ നീയും നിന്റെ കുടുംബവും പിശാചിനാൽ ബന്ധിക്കപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം നിന്നെ വിളിക്കുകയാണ്. അല്ലൊരു യഹോവയെ, മനുഷ്യനെ നീ എവിടെ എന്ന് ചോദിക്കുന്നു. നീ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടു പോകരുത്. നിന്റെ കുടുംബം തകർന്നു പോകരുത്. നിന്നെ ദൈവം സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടു പോയി നന്മകൾ, നഷ്ടപ്പെട്ടു പോയി ദൈവകുർബം, നഷ്ടപ്പെട്ട അഭിഷേകത്തെ ദൈവം നിനക്ക് തിരിച്ചു തന്നെ ക്രിസ്തുവിൽ സ്വതന്ത്രമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 5-1 വാക്യവും വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അതേ ആദാമിലും ഹവ്വയിലും സംഭവിച്ച പാപത്തിന് അധീനമായ ശരീരം വെളിച്ചതൂത്ത് നമ്മുടെ ഉള്ളിൽ സാത്താൻ അടിമയായ എന്നെ നിങ്ങളെയും ആ പാപത്തിന് അധീനമായ ശരീരത്തിൽ കർത്താവ് സ്വാതന്ത്ര്യം തന്നെങ്ങനെ അവന്റെ ക്രൂശിലെ മരണത്തിലൂടെ, അവന്റെ അവസാനത്തിലൂടെ രക്തത്തിലൂടെ പാപ ശരീരത്തിൽ വസിച്ചിരുന്ന എന്നെ നിന്നെ വിടിവിച്ച് സ്വതന്ത്രമാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം കേട്ടോ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മണിമായകൾ, ലോകത്തിന്റെ കൂത്തുകാഴ്ച വീണു പോകരുത്. അതുകൊണ്ട് ഇതിനാണ് സാത്താനെ എപ്പോഴും പാപ സ്വഭാവങ്ങളെ ഉള്ളൂ. സാത്താൻ എപ്പോഴും പാപ സ്വഭാവങ്ങളേ ഉള്ളൂ. അവൻ ആ പാപ സ്വഭാവം മാത്രമേ ചെയ്യാൻ അറിയത്തുള്ളൂ. അതുകൊണ്ട് പാപം നിന്റെ ഉള്ളിൽ വാഴരുത്. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. നമ്മൾ വായിച്ചതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. ഹല്ലേലൂയ. 9-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. നിന്നോട് ഇന്ന് പകൽക്കാലം നീ എവിടെയെന്ന്. ദൈവം വിളിവിട്ട് നീ ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി പാപത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കുന്ന ജനം, പാപത്തിൽ വീണുപോയി ആദ്യപോയി ഓടി ഒളിച്ചതുപോലെ യഹോവയെ ദൈവം മനുഷ്യൻ എവിടെയും ചോദിച്ചവൾ ഇന്നും പാപത്തിന് അധീനമായ ശാപത്തിലും രോഗത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ജനത്തെ മനുഷ്യ നീ എവിടെയെന്ന് ചോദിച്ചവിടെ കർത്താവ് ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഈ ജനം മടങ്ങി വന്ന് മാനസാന്തപ്പെട്ട് സുവിശേഷമായി പാപത്തിന് അധീനമായ ശരീരത്തിൽ വിടിവിക്കപ്പെട്ട് ക്രിസ്തു സ്വതന്ത്രമായി ജീവിപ്പാടാണ്. ശാപങ്ങൾ മാറട്ടെ, പാപങ്ങൾ മാറട്ടെ, കുടുംബ ബന്ധങ്ങൾ തകരട്ടെ. അവിടെ ബാല്യത്തിലും കൗമാരം യൗവനത്തിൽ വാർദ്ധക്യമായിരിക്കുന്ന ജനത്തെ തകർക്കുന്ന ഈ ലോകത്തിന്റെ പാപത്തിന്റെ ആസക്തികളെന്ന് വെളിച്ചതൂതന്റെ വേഷം ധരിച്ച സാത്താൻ പല മോഡലിൽ, പല മേഖലകളിൽ കുടുംബങ്ങളെ തകർക്കുമ്പോൾ ഇന്ന് പോലെ കർത്താവ് ഞങ്ങളുടെ കുടുംബം വിടിവിക്കപ്പെടട്ടെ. സമാധാനമില്ല, സന്തോഷം, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന മദ്യത്തിന്, മയക്ക് ലഹരിക്ക് അടിപ്പെട്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ, തീവ്രവാദ, വർഗീയത, രാഷ്ട്രീയ കലാപങ്ങൾ എന്ന് വേണ്ട സകല അരാജകത്വങ്ങളും രക്തച്ചൊരിച്ച് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ സകല ജനങ്ങളും മടങ്ങി വന്ന് നല്ലൊരു മാനസാന്തരപ്പെടുവാൻ, ആത്മഹത്യയുടെ എണ്ണം പെരുകുമ്പോൾ, ഫ്രോഡഹത്യ പെരുകുമ്പോൾ, കർത്താവ് ഈ വിവിധ തലങ്ങളിൽ സാത്താൻ മനുഷ്യ തകർക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷന്റെ ഭാഗമായി തീരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ലോകമുള്ള ക്രൈസ്തവ സമൂഹത്തിനായ ദൈവജനത്തിനായ ദൈവമക്കൾക്കായി സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥി. കേരളത്തിൽ 800 കോടി ജനം, തലമുറകൾ, അധികാരികൾ, ന്യായാധിപന്മാരെ, മത, സാമൂഹ്യ, സംസ്കാര, മീഡിയ, സയൻസ് അടക്കമുള്ള ഭരണദുഷ്ടപാറ്റുകളെ സകല ജനത്തെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, സകല ജനം പാപം വിട്ട് മടങ്ങി വന്ന് ദൈവ വിളിക്കുമ്പോൾ വിധേയപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ച സ്വർഗ്ഗ പരദേശിക്ക് വേണ്ടി ഒരുക്കമുള്ള തിരുവടയാക്കണമേ. സകല ജനത്തെ ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.